എം.ആർ. അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കരുതെന്ന് CPI. തൃശൂർ പൂരത്തിനിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മന്ത്രിയുടെ ഫോൺ ഒരു തവണ പോലും എടുക്കാത്തയാളാണ് അജിത് കുമാർ. എന്നാൽ RSS നേതാക്കളെ അജിത് കുമാർ പലതവണ കണ്ടു. അങ്ങനെയൊരാൾ DGP ആകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു മന്ത്രി ഫോൺ ചെയ്താൽ എടുക്കാൻ നേരമില്ലാത്ത ഒരാൾ, ഒരു വട്ടമല്ല പലവട്ടം വിളിച്ചാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ, RSS നേതാക്കന്മാരെ ഒരു വട്ടമല്ല പലവട്ടം കാണാൻ നേരമുള്ള ഒരാൾ, പിന്നെ പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ പലപ്പോഴും ആരോപണ വിധേയനായ ഒരാൾ കേരളത്തിലെ പോലീസ് മേധാവി ആയി എന്ന് നിങ്ങളെ മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല. ആകട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഒരാൾ ആകും മുമ്പ് തന്നെ നിങ്ങൾ മുൻകൂട്ടി ഇങ്ങനെ മഴ പെയ്യും മുമ്പ് കുടപിടിക്കാൻ പറയണ്ട. ആ മഴ പെയ്യാൻ വഴിയില്ല. സഫ്വാൻ VP വിവരങ്ങൾ നൽകും. സഫ്വാൻ, അജിത് കുമാർ DGP ആകേണ്ടതില്ല, DGP ആകാനുള്ള യോഗ്യതയില്ല എന്ന നിലപാടിലാണോ CPI? എന്ന് തന്നെയാണ് ദിവ്യ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ ആദ്യം മന്ത്രി ബിനോയ് വിശ്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഒഴിഞ്ഞു മാറാനാണ് CPI സംസ്ഥാന സെക്രട്ടറി തയ്യാറായത്. ഇതൊരു സർക്കാർ വിഷയം എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറാനായിരുന്നു. പിന്നീടാണ് മന്ത്രി K. രാജൻ്റെ ഫോൺ എടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയം മാധ്യമപ്രവർത്തകർ മന്ത്രിയുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുന്നത്. ഈ സമയത്താണ് ബിനോയ് വിശ്വം എം.ആർ. അജിത് കുമാറിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. RSS നേതാക്കളെ പലതവണ കാണാൻ ശ്രമിക്കുന്ന ഒരാൾ, അതിന് സമയമുള്ള ഒരാൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഫോൺ എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ ഒരാൾക്ക് DGP ആകാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ ആരോപണ വിധേയനായ പല കേസിലും ആരോപണ വിധേയനായ ഒരാളാണ് എം.ആർ. അജിത് കുമാർ. ഇങ്ങനെ ഈ മഴ ഒരു ഉപമ കൂടി കൊണ്ടാണ് ഈ വിഷയം CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഈ മഴ പെയ്യില്ല, അതിനു മുന്നേ കൊട പിടിക്കാൻ CPI ഇല്ല എന്ന് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. ദിവ്യ, ശരി, സഫ്വാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.